ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ബോക്സ് ഓഫീസ് മെമ്മറീസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1995 പുറത്തിറങ്ങിയ ജഗദീഷ് അഭിനയിച്ച ചിത്രങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങളാണ്. 95 ജഗദീഷ് നായകനായ ചിത്രങ്ങൾ വളരെ കുറവായിരുന്നു. 95 അധിക ചിത്രങ്ങളിലും നായകന്റെ സന്തത സഹചാരിയുടെ റോളിലാണ് ജഗദീഷ് ഏറ്റവും കൂടുതൽ തിളങ്ങിയത്. ആകെ 9 ചിത്രങ്ങളിലാണ് 95 ജഗദീഷ് അഭിനയിച്ചത്. ഇനി ഏതൊക്കെയാണ് ഈ ചിത്രങ്ങളെന്ന് നോക്കാം. 95 ജഗദീഷ് അഭിനയിച്ച ആദ്യത്തെ ചിത്രമായിരുന്നു മോഹൻലാൽ നായകനായി എത്തിയ ജനുവരി 25 റിലീസ് ചെയ്ത നിർണയം. സിതാര കമ്പൈൻസിന്റെ ബാനറിൽ സുരേഷ് ബാലാജി നിർമ്മിച്ച ഈ ചിത്രം സംവിധാനം ചെയ്തത് സംഗീത് ശിവനായിരുന്നു. ഈ ചിത്രത്തിൽ മോഹൻലാലിന്റെ ഫ്രണ്ടായ ഡോക്ടർ കഥാപാത്രത്തെയായിരുന്നു ജഗദീഷ് അവതരിപ്പിച്ചത്. ഹീര നായികയായി എത്തിയ ഈ ചിത്രത്തിൽ നെടുമുടി വേണു, ലാലു അലക്സ്, രതീഷ്, ദേവൻ തുടങ്ങി വൻ താരനിര തന്നെ ഉണ്ടായിരുന്നു. ബോളിവുഡ് താരം ശരത് സക്സേനയായിരുന്നു ചിത്രത്തിലെ വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. സാമാന്യം തരക്കേടില്ലാത്ത എന്റർടൈനർ ആയിട്ടുകൂടി തമിഴ് തെലുങ്ക് ശൈലിയിലെടുത്ത ഈ ചിത്രം അതുകൊണ്ട് തന്നെ ബോക്സ് ഓഫീസിൽ വൻ വിജയം കൈവരിക്കാൻ കഴിഞ്ഞില്ല. 95 ജഗദീഷ് അഭിനയിച്ച അടുത്ത ചിത്രമായിരുന്നു ഫെബ്രുവരി 10 തിയേറ്ററുകളിലെത്തിയ സിംഹവാലൻ മേനോൻ. മധു കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച ഈ ചിത്രത്തിൽ ജഗദീഷ് നായക തുല്യമായ ഒരു കഥാപാത്രത്തെയായിരുന്നു അവതരിപ്പിച്ചിരുന്നത്. വിജി തമ്പി സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ ഉർവശിയായിരുന്നു നായിക. കോമഡിക്ക് ഏറെ പ്രാധാന്യം നൽകിയെടുത്ത ഈ ഫാമിലി എന്റർടൈനർ ചിത്രത്തിൽ ജഗദീഷ് മികച്ച കോമഡി രംഗങ്ങൾ കൊണ്ട് ഏറെ കയ്യടി നേടിയിരുന്നു. ശശിധരൻ ആറാട്ട് വഴി തിരക്കഥ ഒരുക്കിയ ഈ ചിത്രം കോമഡി ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് സംതൃപ്തി നൽകിയെങ്കിലും ബോക്സ് ഓഫീസിൽ വേണ്ട രീതിയിൽ ശോഭിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി പരാജയപ്പെട്ട ഒരു ചിത്രമായിരുന്നു സിംഹവാലൻ മേനോൻ. ജഗതി ശ്രീകുമാർ, ഗണേഷ് കുമാർ തുടങ്ങിയവരും പ്രധാനപ്പെട്ട വേഷം കൈകാര്യം ചെയ്ത ഈ ചിത്രത്തിൽ സിദ്ദിഖ് ഒരു അതിഥി വേഷത്തിലെത്തിയിരുന്നു. 95 ജഗദീഷ് അഭിനയിച്ച അടുത്ത ചിത്രമായിരുന്നു വിഷുവിനോടനുബന്ധിച്ച് ഏപ്രിൽ 15 തിയേറ്ററുകളിലെത്തിയ പ്രായിക്കര പാപ്പാൻ. മുരളി നായകവേഷം കൈകാര്യം ചെയ്ത ഈ ചിത്രം TS സുരേഷ് ബാബു ആയിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. ഈ ചിത്രത്തിൽ ജഗദീഷ് മുരളിയുടെ സന്തത സഹചാരിയുടെ വേഷത്തിലായിരുന്നു എത്തിയിരുന്നത്. സെക്കൻഡ് ഹീറോ എന്ന് പറയാൻ പറ്റുന്ന ഒരു കഥാപാത്രത്തെയാണ് ജഗദീഷ് ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചത്. മധു, ഭീമൻ രഘു, ഗണേഷ് കുമാർ, സുകുമാരൻ, ബോളിവുഡ് താരം സുരേന്ദ്രപാൽ തുടങ്ങിയവർ പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്ത ഈ ചിത്രത്തിൽ ഗീതയും ചിപ്പിയുമായിരുന്നു നായികാവേഷം കൈകാര്യം ചെയ്തത്. ഫാമിലി ആക്ഷൻ ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് തരക്കേടില്ലാത്ത കാഴ്ചാനുഭവം സമ്മാനിച്ച പ്രായിക്കര പാപ്പാൻ അതുകൊണ്ട് തന്നെ വിഷു സീസന്റെ അഡ്വാൻറ്റേജിൽ തരക്കേടില്ലാത്ത കളക്ഷൻ നേടി ആവറേജ് വിജയം കരസ്ഥമാക്കിയ ചിത്രം കൂടിയായിരുന്നു. 95 ജഗദീഷിന്റെ അടുത്ത ചിത്രമായിരുന്നു മെയ് 5 തിയേറ്ററുകളിലെത്തിയ മിന്നാമിനുങ്ങിനും മിന്നുകെട്ട്. ജയറാം നായകനായി എത്തിയ ഈ ചിത്രം തുളസീദാസ് ആയിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. കോമഡിക്ക് ഏറെ പ്രാധാന്യം നൽകിയെടുത്ത ഈ കുടുംബ ചിത്രം തരക്കേടില്ലാത്ത ചിത്രമെന്ന അഭിപ്രായം നേടിയതുകൊണ്ട് തന്നെ മികച്ച കളക്ഷനിൽ സാമ്പത്തികമായി ഹിറ്റ് സ്റ്റാറ്റസ് നേടിയ ചിത്രമായി മാറി. ശോഭന നായികയായി എത്തിയ ഈ ചിത്രത്തിൽ ജയറാമിന്റെ ക്ലോസ് ഫ്രണ്ടിന്റെ വേഷത്തിലായിരുന്നു ജഗദീഷ് എത്തിയത്. സൂര്യ സിനി ആർട്സിന്റെ ബാനറിൽ മുകേഷ് ആർ മേത്ത നിർമ്മിച്ച് AK സാജൻ AK സന്തോഷ് തിരക്കഥ സംഭാഷണം ഒരുക്കിയ ഈ ചിത്രത്തിൽ തിലകൻ, കവിയൂർ പൊന്നമ്മ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, KPC ലളിത, ഹീര തുടങ്ങിയവരായിരുന്നു പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. 95 ജഗദീഷ് അഭിനയിച്ച അടുത്ത ചിത്രമായിരുന്നു ജൂൺ 30 തിയേറ്ററുകളിലെത്തിയ അവിട്ടം തിരുനാൾ ആരോഗ്യ ശ്രീമാൻ. ജഗതി ശ്രീകുമാറിനെ നായകനാക്കി വിജയ് തമ്പി സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ ജഗദീഷും ബാലചന്ദ്ര മേനോനും മറ്റു പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. കല്യാണി സിനി ഇന്റർനാഷണലിന്റെ ബാനറിൽ രാധാകൃഷ്ണൻ വണ്ടോത്രയും സത്യൻ വണ്ടോത്രയും ചേർന്ന് നിർമ്മിച്ച ഈ ചിത്രത്തിന്റെ തിരക്കഥാ സംഭാഷണം ശശിധരൻ ആറാട്ട് വഴിയായിരുന്നു നിർവഹിച്ചിരുന്നത്. കോമഡിക്ക് പ്രാധാന്യം നൽകിയെടുത്ത ഈ ഫാമിലി എന്റർടൈനർ തരക്കേടില്ലാത്ത ചിത്രമെന്ന അഭിപ്രായം നേടിയെങ്കിലും ബോക്സ് ഓഫീസിൽ കാര്യമായ പ്രതികരണം സൃഷ്ടിച്ചില്ല. അതുകൊണ്ട് തന്നെ ഒരു പരാജയ ചിത്രമായിരുന്നു അവിട്ടം തിരുനാൾ ആരോഗ്യ ശ്രീമാൻ. ശാന്തി കൃഷ്ണ, KPC ലളിത, കൽപ്പന, ഇന്ദ്രൻസ്, ജനാർദ്ദനൻ തുടങ്ങിയവരായിരുന്നു ചിത്രത്തിലെ മറ്റ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. 95 ജഗദീഷ് അഭിനയിച്ച അടുത്ത ചിത്രമായിരുന്നു സെപ്റ്റംബർ 1 റിലീസ് ചെയ്ത സുരേഷ് ഗോപിയുടെ തക്ഷശില. ഷോഗൺ ഫിലിംസിന്റെ ബാനറിൽ R മോഹൻ നിർമ്മിച്ച് ശ്രീകുട്ടൻ സംവിധാനം ചെയ്ത ഈ ചിത്രം വമ്പൻ ബഡ്ജറ്റിൽ നോർത്ത് ഇന്ത്യയുടെയും കാശ്മീരിന്റെയും പശ്ചാത്തലത്തിലായിരുന്നു ചിത്രീകരിച്ചിരുന്നത്. ഈ ചിത്രത്തിൽ ജഗദീഷ് സുരേഷ് ഗോപിയുടെ കഥാപാത്രത്തിന്റെ കൂടെ മൗണ്ടനിയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഇൻസ്ട്രക്ടറായിട്ടായിരുന്നു വേഷമിട്ടിരുന്നത്. തരക്കേടില്ലാത്ത ചിത്രമെന്ന അഭിപ്രായം നേടിയിട്ടും അക്കാലത്ത് സുരേഷ് ഗോപിയുടെ മിക്ക ചിത്രങ്ങൾക്കും നേരിടേണ്ടി വന്ന നെഗറ്റീവ് മൗത്ത് പബ്ലിസിറ്റി തക്ഷശിലയുടെ പിന്നീട് അങ്ങോട്ടുള്ള ബോക്സ് ഓഫീസ് പെർഫോമൻസിനെ സാരമായി ബാധിച്ചു. അതുകൊണ്ട് തന്നെ തക്ഷശില സാമ്പത്തികമായി പരാജയമായി മാറി. വാണി വിശ്വനാഥ് നായികയായി എത്തിയ ഈ ചിത്രത്തിൽ ശാന്തി കൃഷ്ണ, ക്യാപ്റ്റൻ രാജു, വിനീത്, രതീഷ്, ശങ്കർ, MG സോമൻ, സുചിത്ര തുടങ്ങി വൻ താരനിര തന്നെ ഉണ്ടായിരുന്നു.
95-ൽ ജഗദീഷ് അഭിനയിച്ച അടുത്ത ചിത്രമായിരുന്നു മോഹൻലാൽ നായകനായി എത്തിയ ഓണത്തിന് റിലീസ് ചെയ്ത മാന്ത്രികം. സെപ്റ്റംബർ 5-ാം തീയതി റിലീസ് ചെയ്ത ഈ ചിത്രം ജൂലിയ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ തമ്പി കണ്ണന്താനമായിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. ഈ ചിത്രത്തിൽ ജഗദീഷ് മോഹൻലാലിന്റെ സന്തത സഹചാരിയുടെ വേഷത്തിലായിരുന്നു എത്തിയിരുന്നത്. ഹാസ്യത്തിനും ആക്ഷനും ഒരേപോലെ പ്രാധാന്യം നൽകിയെടുത്ത ഈ ഫെസ്റ്റിവൽ എന്റർടൈനർ എല്ലാവിധ പ്രേക്ഷകരുടെയും പിന്തുണയോടെ സൂപ്പർ ഹിറ്റ് വിജയം നേടിയ മോഹൻലാൽ ചിത്രമായിരുന്നു. ഹേമന്ത് രാവണായിരുന്നു ചിത്രത്തിലെ വില്ലൻ വേഷം കൈകാര്യം ചെയ്തിരുന്നത്. 95-ലെ ഓണം വിന്നറായി അറിയപ്പെടുന്ന മാന്ത്രികത്തിൽ പ്രിയ രാമൻ, വിനീത, മിത്ര ജോഷി എന്നിങ്ങനെ 3 നായികമാരായിരുന്നു ഉണ്ടായിരുന്നത്. 95-ൽ ജഗദീഷ് അഭിനയിച്ച അടുത്ത ചിത്രമായിരുന്നു മോഹൻലാൽ നായകനായി എത്തിയ ഒക്ടോബർ 20-ാം തീയതി റിലീസ് ചെയ്ത അഗ്നിദേവൻ. മഹാസുദർശന ക്രിയേഷൻസിന്റെ ബാനറിൽ ശോഭ ആനന്ദ് നിർമ്മിച്ച ഈ ചിത്രം സംവിധാനം ചെയ്തത് വേണുനാഗവള്ളിയായിരുന്നു. ഈ ചിത്രത്തിൽ ജഗദീഷ് മോഹൻലാലിന്റെ സുഹൃത്തിന്റെ വേഷത്തിലായിരുന്നു എത്തിയിരുന്നത്. പി ബാലചന്ദ്രൻ രചന നിർവഹിച്ച ഈ ചിത്രത്തിൽ രേവതിയായിരുന്നു മോഹൻലാലിന്റെ നായികയായി അഭിനയിച്ചത്. ദേവൻ, രതീഷ്, ക്യാപ്റ്റൻ രാജു തുടങ്ങി വൻ താരനിരയുണ്ടായിരുന്ന ഈ ചിത്രം സാമാന്യം തരക്കേടില്ലാത്ത അഭിപ്രായം നേടിയിട്ടും ബോക്സ് ഓഫീസിൽ കാര്യമായ ചലനം സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല. കൂടാതെ ആ കാലത്തുണ്ടായിരുന്ന പത്രപരസ്യ നിയന്ത്രണങ്ങളും അഗ്നിദേവൻ എന്ന ചിത്രത്തിന്റെ വിജയത്തെ പ്രതികൂലമായി ബാധിച്ച ഘടകങ്ങളിലൊന്നായിരുന്നു. 95-ൽ ജഗദീഷ് അഭിനയിച്ച അടുത്ത ചിത്രമായിരുന്നു മുകേഷ് നായകനായി എത്തിയ ടോം ആൻഡ് ജെറി. ഒക്ടോബർ 20-ാം തീയതി റിലീസ് ചെയ്ത ഈ ചിത്രം കലാധരനായിരുന്നു സംവിധാനം ചെയ്തിരുന്നത്. ഈ ചിത്രത്തിൽ ജഗദീഷ് മുകേഷിന്റെ കൂടെ ഏകദേശം തുല്യ പ്രാധാന്യമുള്ള കഥാപാത്രത്തെയായിരുന്നു അവതരിപ്പിച്ചിരുന്നത്. നരേന്ദ്രപ്രസാദ്, രാജൻ ബി ദേവ്, ജനാർദ്ദനൻ, കുതിരവട്ടം പപ്പു, ജഗതി ശ്രീകുമാർ തുടങ്ങി വൻ താരനിരയുമായി പുറത്തിറങ്ങിയ ടോം ആൻഡ് ജെറി കോമഡിക്ക് പ്രാധാന്യം നൽകിയെടുത്ത ചിത്രമായിരുന്നു. രാജൻ കിരിയത്തും വിനു കിരിയത്തും തിരക്കഥയും സംഭാഷണവും ഒരുക്കിയ ടോം ആൻഡ് ജെറി കോമഡി ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് സംതൃപ്തി നൽകിയെങ്കിലും ബോക്സ് ഓഫീസിൽ അത് വേണ്ട രീതിയിൽ പ്രതിഫലിച്ചില്ല. അതുകൊണ്ട് ഒരു പരാജയ ചിത്രമായി മാറി ടോം ആൻഡ് ജെറി. ആകെ സമ്മറി നോക്കുമ്പോൾ 95-ൽ ജഗദീഷ് അഭിനയിച്ച 9 ചിത്രങ്ങളിൽ 2 ചിത്രങ്ങൾ വിജയം കൈവരിച്ചപ്പോൾ ഒരു ചിത്രം ആവറേജ് വിജയം കൈവരിച്ചു. അതുകൊണ്ട് തന്നെ സക്സസ് റേഷ്യോ 28% ആണ്. ഇത്രയുമാണ് 1995-ൽ ജഗദീഷ് അഭിനയിച്ച ചിത്രങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. വേറൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.